ഡോണേ, ഈ കൊളസ്ട്രോൾ അങ്ങ് പിടിവിടുന്നില്ലടാവേ. മെഡിറ്റേഷൻ കൊണ്ട് വല്ല കുറവുണ്ടാവോ? എനിക്ക് പിന്നെ ഉറക്കം കളഞ്ഞുള്ള നടത്തം രാവിലെ അങ്ങ് ഒഴിവാക്കാമായിരുന്നേ. പ്രാർത്ഥനയേക്കാൾ വലിയ മെഡിറ്റേഷൻ ഉണ്ടോ അച്ചോ? ഈയിടെയായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലടാ. ഞാൻ നിന്നെ കണ്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഇരുന്നതാ. അച്ചോ, ആ പിള്ളേർ നല്ലവരാണോ അച്ചോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഈ റിസോർട്ട് വാങ്ങിച്ച പിന്നെയുള്ള പരിചയമുള്ളൂ എനിക്ക്. അതെത്ര നാൾ മുമ്പാ? ഒരു കൊല്ലമായി കാണും. എന്താടാ? കുറെ നേരമല്ലോ നീ ഇതും പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? ഇന്ന് മുഴുവൻ ഞാൻ ഈ ക്യാമറയോടെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. എന്തെങ്കിലും പാരാനോർമൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് ക്യാച്ച് ചെയ്യും. ഹൈ സ്പീഡിൽ ചെക്ക് ചെയ്താൽ മതി. ആര് പറഞ്ഞു? യൂട്യൂബ്. ഓ അത്രേ ഉള്ളോ? ഞാൻ വീച്ച് വേറെന്തെങ്കിലും വെറുതെ മനുഷ്യനെ പേടിപ്പിക്കും. അതൊക്കെ ചുമ്മാ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. അല്ലടാ, ഇതുപോലത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ വീഡിയോസ് കാണിച്ചുതരാം. ഈ കോഞ്ചറിംഗ് ഒക്കെ പണ്ട് അമേരിക്കയിൽ നടന്ന സംഭവമല്ലേ? അത് അമേരിക്കല്ലേ, ഇത് ഇന്ത്യ. പട്ടിണി പാവങ്ങളുടെ കൂട്ടി കൊടുക്കുക ഇന്ത്യ. ഓടാടും കാണിച്ചേ. ബാത്റൂം ഡോർ ഓപ്പണായി, ലൈറ്റ് ഓണായി. ഇന്ന് മുഴുവൻ ഈ റൂം ലോക്ക്ഡായിരുന്നില്ലേ? ഇവിടെ എന്തുണ്ട്? എന്ത്? എനിക്കും ഫീലിംഗ് ഉണ്ട്. ആരാത്? എവിടെയാടാ? അതിൽ തുറന്നു, അടഞ്ഞു, ലൈറ്റ് ഓണായി അല്ലേ? ആപ്പിൾ വേണമെന്നോ? അല്ലടാ, ഓ വിളിച്ചതാണല്ലേ. അയ്യോട്ടോണേ, ഞാൻ എൻ്റെ അകത്തേക്കില്ല. അതല്ല, എൻ്റെ ലാപ്ടോപ്പ് തുറന്നാൽ സ്പാനിഷ് ഫ്ലൈ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യും. ഇയാള് ഓപ്പൺ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതിലൊരു പെൺകുട്ടിയുടെ പടമില്ലേ? എനിക്ക് എങ്ങനെ കുട്ടിയെ പരിചയം? ആരത്? മനുഷ്യനോട് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, അപ്പോഴേ ഒരു ഫോട്ടോ. ഈ മുഖം ആരുടെയാണെന്ന് എനിക്കും അറിയില്ല. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ മുറിയിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാനിന്ന് രാവിലെ വരെ ട്രൈ ചെയ്യായിരുന്നു. എനിക്ക് പറ്റുന്നില്ല. സോ യു ഗൈസ് ഹാവ് ടു ഹെൽപ്പ് മീ. സത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഗോഡ് പ്രോമിസ്. ഞങ്ങൾ നുണയാണോ പറയുന്നതെന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ബൈ. നിങ്ങൾ വലിയ മെന്റലിസ്റ്റും മൈൻഡ് റീഡറും ഒക്കെ അല്ലേ? ഡെന്നിക്ക് ഭാര്യയായിട്ടല്ലാതെ വേറെ ആരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ? എവിടെ നിന്ന് കിട്ടാനാ? ഭാര്യയായിട്ട് എന്നെ വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പ്രിയൻ, എനിക്കും എൻ്റെ ഭാര്യയായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഒരിക്കൽ റെഡ് സ്ട്രീറ്റിൽ പോയിട്ടുണ്ട്. എപ്പോ? അല്ല, പോയിന്നുള്ളൂ. അവിടെ ചെന്നപ്പോ അച്ഛനുണ്ടായിരുന്നു അവിടെ? അല്ല, അച്ഛനോർത്തപ്പോ ഇറങ്ങിപ്പോന്നു. ഷിബുവിനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ? അവളുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയെ. കോളേജ് തൊട്ട് ഇങ്ങനെയാ. ഇവനെ ആരെ പ്രേമിച്ചാലും കരക്കാർ കെട്ടിക്കൊണ്ട് പോകും. ഇവനിങ്ങനെ ഇരിക്കും പഴം പോലെ. ഷിബു പറയണം. ഐ എം സ്റ്റിൽ എ വെർജിൻ. അപ്പൊ നിന്റെ സണ്ണി ലിയോണിനെ പോലുള്ള അമേരിക്കൻ ഗേൾ ഫ്രണ്ടോ? അതെൻ്റെ ഓരോ ആഗ്രഹങ്ങളല്ലേ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നടക്കുമായിരിക്കും. ഏയ് നോക്കട്ടെ. ഓ നൈസ് വാച്ച്. ഗിഫ്റ്റ്? ഏയ് ഗിഫ്റ്റ് പോലെ.
സിനി നീ ഇത് പറ. യേശു മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ സത്യത്തിൽ യേശുവിന്റെ ബർത്ത്ഡേ എന്നാ? ക്രിസ്മസിനാണോ ഈസ്റ്ററിനാണോ? അപ്പൊ പിന്നെ പുള്ളി എന്നാ മരിച്ചത്? മുറ്റടിക്കാൻ തുടങ്ങി അപ്പൊ തുടങ്ങിക്കോളൂ ഓരോ സംശയങ്ങളും ചോദ്യങ്ങളും. ഈ കുരുട്ടടയ്ക്ക് മിക്കവാറും എന്റെ കൈ കൊണ്ട് തന്നെ ചാവും. ഞാൻ ബൈബിളിലെ കാര്യമല്ലേ ചോദിച്ചാൽ ഉളത്തരൊന്നുമല്ല. ഏയ് നല്ല ക്വസ്റ്റൻ ആണല്ലോ ചോദിച്ചു. പക്ഷെ ആരും എന്നെ മനസ്സിലാക്കണല്ലോ സാറേ. ചെറുപ്പത്തിൽ എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു. നല്ല ചോദിച്ചിട്ട് 100 രൂപ. സാറേ സാറിന്റെ മറ്റേ മൈക്രോവേവ് പരിപാടി ഇല്ലേ? മൈക്രോ അവനല്ലേ, മൈക്രോ എക്സ്പ്രഷൻ. അന്ന് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? ഞാൻ കൊറേ നോക്കിയതാ. അതിനൊക്കെ കുറെ സമയം എടുക്കുക വെച്ചു. എനിക്ക് തന്നെ 10-20 കൊല്ലം എടുത്തു. ഈ റിസോർട്ട് തോമസ് സാർ പണിയുമ്പോൾ മുതൽ യേശു ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അദ്ദേഹം ഇപ്പോൾ കുവൈറ്റിലല്ലേ? അല്ല, അവർ അമേരിക്കയിൽ ഷിഫ്റ്റ് ചെയ്ത് പോയില്ലേ ആ കൊച്ചിന് അസുഖം വന്ന പിന്നെ? ഏത് ഏത് കുട്ടിക്ക്? തോമസ് സാറിന്റെ മോക്ക്. ആ കൊച്ചിന്റെ പ്ലാനല്ലേ ഈ റിസോർട്ട് മുഴുവൻ സാറേ. ഓ, ആർക്കിടെക്റ്റ് ആയിരുന്നല്ലേ? അതറിയാൻ പാടില്ല. എന്താ കുട്ടിയുടെ പേര്? മായ. കൂതറ ഫോണാണല്ലോ, ബ്ലൂടൂത്ത് ഉണ്ടോ? ഇതല്ല കുട്ടി. ഇതാരാണ്? അറിയില്ല. എനിക്ക് ഒറ്റ പ്രാവശ്യം ഒരാളൊക്കെ ഉണ്ടാൽ മതി, അപ്പം അറിയാൻ പറ്റും. ഓ, എന്തായിരുന്നു തോമസ് സാറിന്റെ മോളുടെ അസുഖം? അസുഖം? എന്താ അസുഖം? ഒരു അസുഖം ഉണ്ടായില്ലല്ലോ. യേശു നിക്ക് നിക്ക് നിക്കാൻ. സത്യം പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. പറടാ, എന്താ കുട്ടിക്ക് പറ്റിയത്? സാറേ, തോമസ് സാറിന്റെ മോളുടെ അസുഖത്തിന്റെ കാര്യം ആരോടും പറയുന്നത് തോമസ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. എന്നെ നശിപ്പിക്കരുത്. അയ്യോ, ഞാൻ അത്രക്കാരനല്ല സാറേ, എന്നെ നശിപ്പിക്കരുത് പ്ലീസ്. താങ്ക് യു. അമേരിക്കയിലെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് മായ ഇപ്പം തിരിച്ച് ദുബായിൽ പഴയ ഫേമിൽ ജോയിൻ ചെയ്തു. തോമസ് സാർക്ക് ഇപ്പോൾ അവിടെയാണ്. ഷീസ് ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. അവിടെ തോമസ് സാറൊക്കെ അതിൻ്റെ സന്തോഷത്തിലാണ്. ഓ, ഇത്ര പെട്ടെന്ന് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തോ? ആരെ ചേർക്കാൻ? അതവിടെ വലിയ കാര്യം. താൻ തന്റെ ഒടുക്കത്തെ മെന്റലിസം വെച്ച് കണ്ടുപിടിച്ച പോലെ മായുടെ പ്രേതം അല്ല അവിടെ ഉള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഡോൺ വരച്ച പെയിന്റിങ് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതാരാന്ന് കണ്ടുപിടിക്കണ്ടേ? നോക്കാം. സാബു ചേട്ടൻ റിസോർട്ടിൽ നിന്ന് വന്ന് കണ്ടുവെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര കാലത്തെ ഡ്രീമാണ് ഇത്. വിൽക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കണം. എന്താണിത്? ഇങ്ങനൊരു മിസ്സിംഗ് ഫോട്ടോ വെച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടാന്ന് അവൻ പറയുന്നു. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ? അല്ലെങ്കിൽ ഈ ജോൺ ഡോൺ ബോസ്കോനെ ഇനി അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ബ്ലഡി ഫ്രോഡ്. നോൺസെൻസ്. അയാൾ ഏതോ ഫോട്ടോ കാണിച്ചെന്ന് വെച്ച് ഇനി അതിൻ്റെ പിന്നാലെ തൂങ്ങിയ വല്ല പോലീസ് കേസ് അവൻ അത് മതി. ഡേ, സൈബർ സെല്ലൊക്കെ ഇപ്പോൾ ഭയങ്കര സ്ട്രോങ്ങാ. എടാ, അല്ലെങ്കിൽ തന്നെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവാനാ? അല്ല, ഞാൻ എന്ത് ചെയ്യാനാ? നീ അത് തന്നെ. വേണ്ട പ്രിയ, ഇത്രയും അൺഎത്തിക്കലായ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. അന്നത്തേക്കിലോ മിണ്ടരുത്. നീ ഒറ്റൊരുത്തനാണ് ഇതിനൊക്കെ കാരണം. മര്യാദക്ക് ജോലി ചെയ്ത് നടന്നുകൊണ്ടിരുന്ന ഡ്രീമാണോ ലക്കയുടെ മൂടാന്നും പറഞ്ഞ് ഇതിൽ കൊണ്ടുവന്ന് കാശലവാക്കിച്ചത് നീയല്ലേ? നീ ആ ടോപ്പിക് വിട് പ്രിയ. We did this together and we have to stand by this together. നിനക്കൊക്കെ അത് പറയാം. ദുബായി ചെന്ന് വാപ്പാനോട് സോറി പറഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇവനും അങ്ങനെ തന്നെയല്ലേ? ഡിവോഴ്സ് കഴിഞ്ഞപ്പോ കോട്ടയത്ത് മാറിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അതല്ലേ ഇവനിത്? എനിക്ക് അങ്ങനെയാണോ? 10-12 പട്ടിയെ പോലെ പണിയെടുത്തുണ്ടാക്കിയ കാശല്ലേ ഇതിലിട്ടിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ നിങ്ങളിതിൽ കൊണ്ട് പെടുത്തുകൂടാ. കുറേ വർഷത്തെ മടുപ്പെന്ന് പഴയ നമ്മുടെ കോളേജ് കാലത്തേക്ക് റീയോണി അതെല്ലാടെ ഞാൻ ആഗ്രഹിച്ചോളൂ. സോറിടാ. ഇത് വേണോടാ? ഇതല്ല നമ്മുടെ മുന്നിൽ വേറെ എന്താ ഓപ്ഷൻ ഉള്ളത്? വെള്ളം അടിച്ച് ഇതിനകത്ത് കയറില്ലെന്ന് നിന്നോട് പറഞ്ഞില്ലടാ. അത് പറയാൻ നീ സുപ്രീം കോടതി ജഡ്ജിയോ?
ഇതുപോലെയുള്ള റിസോർട്ടും പണിച്ച് കുറെ പട്ടാള ചിട്ട വെച്ച് എന്നെ പോലെയുള്ള പാവങ്ങളെ കൊണ്ട് അടിമപ്പണിയെടുത്ത് സുഖിച്ച് ജീവിക്കണ പട്ടികളെ. നിനക്കൊക്കെ ഇവിടെ കുടിച്ചു കൂത്തോടെ എന്തോ പെണ്ണും പിടിക്കാം. പാവപ്പെട്ട ഞാൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവൻ എന്റെ മേടിക്കും. അത് മായമുള്ള ഫോട്ടോ അല്ലെന്ന് ആ മനസ്സ് വായിക്കണ തെണ്ടിനോട് ഞാൻ പറഞ്ഞല്ലേ, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ, എന്നിട്ട് നീയൊക്കെ വിശ്വസിച്ചോ? ഇപ്പൊ എന്താടാ നീ ആരാണ് നടപ്പില്ല? ഞാനും എന്തായി കാണിക്കുന്നത്? അല്ല നീ ഒന്ന് അടങ്ങ്. നിനക്ക് അവിടെ കിടക്കണ ശവം ബോധം വരുമ്പോഴേറ്റ് പോക്കോളൂ. വേണ്ട വേണ്ട നോക്കുമ്പോ തലേ കയറാൻ തന്നെ. ഞാനിത് പോസ്റ്റ് ചെയ്യാം. നീ എന്തേലും ചെയ്യും. അഡ്രസ് കൂടി വെക്കണോടാ. ഫോൺ നമ്പർ ഉണ്ടല്ലോ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഇത് അപ്ലോഡ് ആവുന്നില്ലല്ലോ. നെറ്റ് കണക്ഷൻ ഒന്നും കുഴപ്പമില്ലല്ലോ. നീ ഒന്നുകൂടെ ട്രൈ. എൻ്റെ ഈ നേരത്തെ ഒരു കണ്ടു. നീ അത് അപ്ലോഡ് ചെയ്യും. ഇതിൽ ഫുൾ ചാർജ് ഉണ്ടായിരുന്നാണല്ലോ. എന്താ യേശു നിനക്കൊരു ഭാവമാറ്റം? ഇവനിത് എന്തിന്റെ പാത കയറിയതാ?